ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ സോന. എന്തെല്ലാം വിശേഷങ്ങൾ? ഇന്നൊരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ചോലെ ഭട്ടൂരെ. ഭട്ടൂരയും ചന മസാലയുമാണ്. ആദ്യം തന്നെ നമുക്ക് ചന മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള വെള്ളക്കടല ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ടുള്ള 1 കപ്പ് വെള്ളക്കടലയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു ബേ ലീഫും കറുവപ്പട്ടയും 2 കറുത്ത ഏലക്കയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇനി ഒരു 5-6 വിസിൽ വരുന്നവരെ കുക്ക് ചെയ്തെടുക്കണം. ഈ സമയം കൊണ്ട് ഞാൻ ഭട്ടൂര ഉണ്ടാക്കാനുള്ള ഡോ റെഡിയാക്കുകയാണ്. അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ആദ്യം തന്നെ 1/2 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്നൊരു 10 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ റവ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും. സോക്കായിട്ടുള്ള റവയിലേക്ക് ഇനി 2 കപ്പ് മൈദയും 1/2 കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 കപ്പ് മൈദയ്ക്ക് 1/2 കപ്പ് റവയും 1/2 കപ്പ് തൈരുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. തൈര് എടുക്കുമ്പോൾ അധികം പുളി ഇല്ലാത്ത തൈര് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതിലേക്ക് ഇനി 1.5 ടേബിൾ സ്പൂണ് പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കുകയാണ്. റവ കുതിർക്കാൻ ആവശ്യത്തിന് നമ്മൾ വെള്ളം അതുപോലെ തൈരും ആഡ് ചെയ്തത് കൊണ്ട് തന്നെ മാവ് കുഴച്ചെടുക്കാനുള്ള വെള്ളം ഇതിലുണ്ട്. എന്നാലും കുറച്ച് ഡ്രൈ ആയി തോന്നിയപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓവറായിട്ട് വെള്ളം ഒഴിച്ചാൽ ഭയങ്കരമായിട്ട് സ്റ്റിക്കി ആവും. അപ്പോൾ പിന്നെ നമുക്ക് ശരിയായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് വേണമെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. കുഴച്ചെടുക്കുമ്പോൾ ചപ്പാത്തി മാവിനേക്കാളും കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു 5-10 മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ കിട്ടും കേട്ടോ. അങ്ങനെ ഡോ കുഴച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ തടവിയിട്ട് ഒരു ക്ലിംഗ് റാപ്പോ അല്ലെങ്കിൽ ഒരു നനഞ്ഞ തുണിയോ വെച്ച് കവർ ചെയ്തിട്ട് നമ്മുടെ ഡോ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഈ സമയം കൊണ്ട് കറിക്ക് വേണ്ട കടല ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. 6 വിസിൽ വന്നിട്ട് ഞാൻ ഗ്യാസ് ഓഫ് ആക്കി വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ വെയിറ്റ് ഒക്കെ പോക്കിയിട്ട് ഞാൻ കടല വെന്തോ നോക്കിയിട്ടുണ്ട്. നന്നായിട്ട് വെന്തുടഞ്ഞാലാണ് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഞാൻ അതിൽ നിന്ന് കുറച്ച് കടല എടുത്തിട്ട് മാറ്റി വെച്ചിട്ട് മിക്സിയിൽ ജാറിലേക്ക് ഇടുന്നുണ്ട്. അതൊന്ന് ചൂടാറിയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. കറിയിൽ ഒഴിക്കാനാണ് കേട്ടോ. ചന മസാല ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അത് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുക. 2 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ മാത്രം ആഡ് ചെയ്താലും മതി. ബട്ടർ ആഡ് ചെയ്യുമ്പോൾ ഒരു റിച്ച് ഫ്ലേവർ കിട്ടും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ക്യുമിൻ സീഡും 1/2 ടീസ്പൂൺ അജ്വൈനും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് സോട്ടേ ചെയ്യാം. അതിലേക്ക് 2 മീഡിയം സൈസ് സവാള ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ളത് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് സോട്ടേ ചെയ്യാം. അതിലേക്ക് 2 പച്ചമുളക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ വഴറ്റുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഉള്ളി സോട്ട് ചെയ്യുന്നുണ്ട്. അതിലേക്ക് 2 തക്കാളി അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ട് കേട്ടോ. ഓരോ പൊടികൾ ഇടുമ്പോഴും ഇളക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കുന്നത് കൊണ്ട് പൊടികളൊക്കെ കരിഞ്ഞു പോകും. അതുകൊണ്ട് വേഗം ഇളക്കി കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് സോട്ടേ ചെയ്യുക. 2 ടീസ്പൂണ് ചന മസാല പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുക്കി പിടിക്കാതെ എല്ലാ മസാലപ്പൊടികളും നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം അതിൻ്റെ പച്ചമണങ്ങളൊക്കെ മാറിയതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചന വെള്ളക്കടല ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഈ സമയത്ത് നമ്മൾ നേരത്തെ ഇട്ടിട്ടുള്ള ബേ ലീഫും 2 ഏലക്കയും ഇല്ലേ അത് എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഫ്ലേവർ അധികമായാൽ രസം ഉണ്ടാവില്ല. ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം. എനിക്ക് ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ.
ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള വെള്ളക്കടലയില്ലേ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുമ്പോഴേക്കും നമ്മുടെ ചനാ മസാല ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ടാവും. കുറച്ച് കസൂരി മേത്തി എടുത്തിട്ട് കൈകൊണ്ട് ഞെരടിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്താൽ ചനാ മസാല റെഡിയായി. ഇനി നമുക്ക് ഭട്ടൂര ഉണ്ടാക്കാം. അതിനായിട്ട് നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഡോ അതൊന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. കൈകൊണ്ട് നന്നായിട്ട് ഒന്നുകൂടെ കുഴച്ചിട്ട് എന്നിട്ട് ഓരോ ബോൾസ് ആക്കി എടുക്കുക. ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള ബോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. ഒരുപാട് വലിയ ബോൾസ് എടുത്തിട്ടുണ്ടെങ്കിൽ പരത്തുമ്പോൾ തിന്നാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഇനി ഓരോ ബോൾസും അങ്ങനെ പരത്തിയെടുക്കുക. ചെറുതായിട്ട് മൈദ ഡസ്റ്റ് ചെയ്തിട്ട് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് ആവാൻ പാടില്ല. അങ്ങനെ ഒരുപാട് മൈദപ്പൊടിയിൽ പരത്തിയെടുത്താൽ ഹാർഡായി പോകും ഭട്ടൂര. സ്റ്റിക്കി ആവുകയാണെങ്കിൽ മാത്രം പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഈവനായിട്ട് പരത്തിയെടുക്കുക. ഒരേ തിക്നെസ്സിൽ പരത്തിയാലേ ഭട്ടൂര പഫായിട്ട് വരുള്ളൂ. ഇനി പരത്തി വെച്ച ഭട്ടൂര ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് എണ്ണ നന്നായിട്ട് ചൂടാക്കി എടുക്കുക. ഓയിൽ ചൂടാവുന്നതിൻ്റെ മുൻപ് നമ്മൾ ഭട്ടൂര ഇടുകയാണെന്ന് വെച്ചാൽ ഭട്ടൂര സോഗി ആവാനായിട്ട് ചാൻസ് ഉണ്ട്. ഓയിൽ കുടിച്ചിട്ട് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ തന്നെ എപ്പോഴും കീപ്പ് ചെയ്യുക ഫ്ലെയിം. എണ്ണ നല്ല ചൂടായി കഴിഞ്ഞാലും പ്രശ്നമാണ്. അകമേ വേവാതിരിക്കാനും പുറമെ നന്നായിട്ട് കറുത്തു പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതാ പരത്തി വെച്ചിട്ടുള്ള ഓരോ ഭട്ടൂരയായിട്ട് ഞാൻ ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് പഫ് ചെയ്തിട്ട് പൊന്തി വരുന്നുണ്ട്. രണ്ട് ഭാഗവും തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഒന്ന് ഈവനായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ നിറാവുമ്പോഴേക്കും നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ. നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഭട്ടൂര. ഇനി ഓരോന്നും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും ഒരു ചേഞ്ചിനൊക്കെ ആയിട്ട് ഇടയ്ക്ക് ഇതൊക്കെ ട്രൈ ചെയ്യുന്നതിൽ തെറ്റില്ല കേട്ടോ. അതുപോലെ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റിയൊരു നല്ല ഓപ്ഷനാണ്. ഒരുപാട് കോംപ്ലിക്കേഷൻസിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിന്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം നമ്മുടെ ഭട്ടൂരെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇടയ്ക്കൊരു ചേഞ്ചിനൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.